കലയാണെങ്കിൽ അത് പട്ടാപ്പകൽ നടത്തി എങ്ങനെ ഇരിക്കും എന്നുള്ളത് സംവിധായകൻ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു എൻ്റർടൈനറാണ്, നന്നായിട്ടുണ്ട്. ഗുഡ് ജോബ്, മൈറ്റ് ജോബ്. ഓക്കെ, ഫാമിലി എൻ്റർടൈൻ ചെയ്യാം. ഫാമിലി, കുട്ടികൾ എല്ലാവർക്കും വർക്കൗട്ട് ആവുന്നൊരു പടമാണ്. മോഷണം ഒരു കലയാണെങ്കിൽ അത് എങ്ങനെ പട്ടാപ്പകൽ നടത്താം എന്നത് മനോഹരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. ഗുഡ് ജോബ്, നന്നായിട്ടുണ്ട്. കുഴപ്പമില്ല, ഒരു കോമഡി എൻ്റർടൈനാണെന്ന് പറയാം. വളരെ കുറച്ച് ഒരു ഇതിൽ പിന്നെ ജോണി ആൻ്റണി, പിഷാരടി, ഗോകുലൻ ഇങ്ങനെയുള്ള ആൾക്കാർ, ശ്രുതി കോപ്പ ഇവരെല്ലാം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ഷാൻ റഹ്മാൻ്റെ മ്യൂസിക്കൊക്കെ വളരെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. മൂവി നല്ല പടം, കുഴപ്പമില്ല, എൻ്റർടൈനിങ്, പിന്നെ ബോറടിയില്ല. ഫുൾ ടൈം നമുക്ക് എൻജോയ് ചെയ്താണ്. സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണുക. നല്ല എൻ്റർടൈൻമെൻറ്റ് സിനിമയാണ്. കുട്ടികളോടുകൂടി ഫാമിലിയോടുകൂടി കാണാൻ പറ്റിയ അടിപൊളി സിനിമയാണ്. പടം എങ്ങനെയുണ്ട് ചേട്ടാ? നല്ല പടം. മൂവിനെ പോസ്റ്റ്മോർട്ടം ചെയ്യാതെ ജസ്റ്റ് ഇരുന്ന് സിമ്പിളായിട്ട് കാണാൻ പറ്റുന്ന, എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കോമഡി പടമാണ്. അപ്പോൾ ഒരുപാട് കോമഡി ഉണ്ട്, കുറച്ച് ചിരിച്ചു. അപ്പം എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. തിയേറ്റർ തന്നെ വന്ന് കാണണം. അതുപോലെ ഭയങ്കര ഇങ്ങനെ എന്താ പറയുക, സൂക്ഷിക്കാതെ സിമ്പിളായിട്ട് എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു സിനിമയാണ്. ഹ്യൂമറാണ്, പക്ക കോമഡിയാണ്, ഭയങ്കര തമാശയാണ്. കിച്ചുവേട്ടനായാലും ശരി, വില്ലനായാലും ശരി, ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. എല്ലാ സീൻസും ചിരിക്കാനുണ്ട്. സോ കണ്ടു നോക്കി, എല്ലാവർക്കും ഇഷ്ടമാണ്. സോങ്സും എല്ലാം ഫാമിലി, കുട്ടികൾക്കും എല്ലാവർക്കും കാണാൻ പറ്റും. അങ്ങനെ പ്രായമൊന്നും എനിക്ക് തോന്നുന്നില്ല പ്ലോട്ടിന് വലിയ ബാധകമാണെന്ന്. സോങ്സ് നന്നായിട്ടുണ്ട്, എല്ലാം അടിപൊളിയായിട്ടുണ്ട്. നല്ല റെസ്പോൺസ് ആയിരുന്നു. നിങ്ങളെല്ലാവരും അത് കണ്ടു നോക്കും, നല്ല എക്സ്പീരിയൻസ് ആണ്. കാണാൻ മിസ്സാക്കരുത്. പട്ടാപ്പകൽ നല്ല എൻ്റർടൈനറായിട്ടുള്ളൊരു ഫിലിമാണ്. എല്ലാവരും കാണണം. പാട്ട് നന്നായി എൻജോയ് ചെയ്യാം. നല്ല ക്യാമറ, നല്ല ഡയറക്ഷൻ, നല്ല എഡിറ്റിംഗ്, സൗണ്ട് മിക്സ് എന്ന് പറയുന്നത് ഇടിവെട്ട് സൗണ്ട് മിക്സ്, അത് ഒരു രക്ഷയില്ല. പുതിയ പയ്യന്മാരാണ്, പുതിയ പിള്ളേരെല്ലാം ഇടിവെട്ട് ഫുൾ ഫൺ പാക്കാണ്. ന്യൂജൻ സ്റ്റൈലാണ്. പിന്നെ ബാക്കിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ന്യൂജൻ തന്നെയാണ്. ന്യൂജൻ ഇടിവെട്ട്. ഇനിയിപ്പോൾ അവരോടൊപ്പം പിടിച്ചിരുന്നേ പറ്റും. എന്നെ കണ്ട എല്ലാവരും എന്നെ അറിയുന്ന ആളുകളും അവരുടെ കൂടെ വന്ന ആളുകളുമാണ്. അപ്പോൾ അവർക്കൊക്കെ പടം വർക്കായിട്ടുണ്ട്. ചിരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, തമാശ പരിപാടിയൊക്കെ എല്ലാം ഉണ്ട്. ഇനി സാധാരണ പ്രേക്ഷകരാണ് തിയേറ്ററിൽ വന്ന് പടം കണ്ട് അവരുടെ അഭിപ്രായമാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോഴാണ് അത് ഇത് വിജയമാണോ, വിജയത്തിലേക്ക് പോകാൻ സാധിക്കുമോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തും. അതുകൊണ്ട് തീർച്ചയായിട്ടും തിയേറ്ററിൽ വന്ന് എല്ലാവരും പടം കാണുക, പ്രോത്സാഹിപ്പിക്കുക. ഒരു കാര്യം ഉറപ്പാണ്, ബോറടിക്കില്ല. കൂടുതലൊന്നും എക്സ്പെക്റ്റ് ചെയ്യേണ്ട, വന്ന് എൻജോയ് ചെയ്ത് പോകാറുള്ളതാണ്. ഒരു കാറ്റഗറീസ് ഇല്ല, എല്ലാ തരത്തിലുള്ള ആളുകൾക്കും വന്ന് ചെറിയൊരു കുഞ്ഞ് എൻജോയ്മെൻറ്റ് ഫീലിലുള്ള പരിപാടിയാണ്. വന്ന് കാണുക, സഹകരിക്കുക. പ്ലീസ്, താങ്ക് യു. ഒരു 4 കഥകൾ ഒരുമിച്ച് കൂടുതൽ സംഭവം ശരിയൊരു കുഴപ്പമാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട കോമഡികൾ വർക്കൗട്ടായിട്ടുണ്ട്. വലിയ സംഭവം ചെറിയൊരു സംഭവത്തെ ബേസ് ചെയ്തിട്ടുള്ളൊരു ചെറിയൊരു പടം നേരെ കണ്ട് സപ്പോർട്ട് ചെയ്യും. ഞാൻ ചെറുതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എനിക്ക് കൂടുതൽ ഞാൻ പറഞ്ഞ ശരിയാണ്. ഫാമിലി ഓഡിയൻസിലേക്ക് കയറാവുന്ന അതില്ല, ഒരു സാധാരണ ചെറിയൊരു പടം. ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ഒരു റിലാക്സ് ചെയ്യുന്നത്. വലിയ സംഭവം മഹാസംഭവങ്ങളൊന്നുമില്ല. പക്ഷേ കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്കൊക്കെ എന്തായാലും വർക്കൗട്ടാവുന്ന ആക്ച്വലി ഒരു ഫീൽ ഗുഡ് മൂവിയാണ്, ഒരു എൻ്റർടൈനിങ് മൂവിയാണ്. ചിരിക്കാറുണ്ട് അത്യാവശ്യം. പിന്നെ ചെറിയൊരു സിനിമയാണ്, അതാണ് ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം നമ്മൾ ഏത് സിനിമ എടുത്ത് നോക്കിയാലും 2.5 മണിക്കൂർ, ചിലപ്പോൾ 3 മണിക്കൂറൊക്കെ ഉണ്ടാകും. ഇതൊരു 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് സിനിമ കണ്ടുവരുന്ന മടങ്ങാം. പക്ഷേ ഒരുപാട് ചിരിച്ചിട്ട് മടങ്ങാം. ഞാനും ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, സോന എന്നുള്ള കൃഷ്ണാശങ്കറായിട്ടുള്ള കോമ്പിനേഷനാണ്. അപ്പോൾ ഞാനതിൽ ഹാപ്പിയാണ്. താങ്ക് യു. അപ്പോൾ എല്ലാവരും സമയം കിട്ടുന്നതനുസരിച്ചിട്ട് പട്ടാപ്പകൽ കാണാൻ വരണം. പട്ടാപ്പകൽ ഇപ്പോൾ ഞാൻ കണ്ടു, ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല എൻ്റർടൈനിങ് മൂവിയാണ്. കോമഡിയാണ് മെയിൻ ഒരു അതിനകത്ത് തീം വെച്ചിരിക്കുന്നത്. ശരിക്കും എൻ്റർടൈനിങ്, സമയം പോയത് അറിഞ്ഞില്ല. ഞാനും വല്ല ചെറിയ പോർഷൻ ചെയ്യുന്നുണ്ട് ഗോകുലിൻ്റെ അമ്മയായിട്ട്. ഓക്കെ, ഇനി പ്രേക്ഷകർ കണ്ടിട്ട് പറയട്ടെ അഭിപ്രായം. നല്ല ഒരു എനിക്ക് ഇഷ്ടപ്പെട്ടു. ബാക്കി ഇനി പ്രേക്ഷകർക്ക് വിട്ടു കൊടുക്കാം. പടം മിസ്സായിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച പോലെ കോമഡി പരിപാടികളൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ ലാഗ് അങ്ങനെ പരിപാടികളൊന്നുമില്ല. പക്ക ഫൺ മെറ്റീരിയൽ പരിപാടികളാണ്. നല്ല എൻഗേജിങ് ആണ്. വന്ന് കണ്ടിരിക്കാം, രസിക്കാം, പോകാവുന്ന വിളിച്ച് പറഞ്ഞ പോലെ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള ഫണ്ണും കോമഡിയെല്ലാം എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാണുക. നല്ല ഫീഡ്ബാക്സ്